ഹലോ വ്യൂവേഴ്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പഴയകാല മേക്കപ്പ് ലുക്കാണ്. എന്നെ കൊണ്ടും പറ്റുന്ന രീതിയിൽ ഞാൻ മാക്സിമം ചെയ്തിട്ടുണ്ട്. അതേപോലെ കൊണ്ടുവരുമല്ല, ഞാൻ എൻ്റെ ഫേസിൻ്റെ സ്ട്രക്ചർ അനുസരിച്ച് എങ്ങനെ മേക്കപ്പ് ചെയ്യാൻ പറ്റുമെന്ന് മാത്രമാണ് ഇതിനകത്ത് കാണിക്കുന്നത്. അതിന് തന്നെ ഫൗണ്ടേഷൻ യൂസ് ചെയ്ത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തു. അതിനുശേഷം ഞാൻ കൺസീലർ യൂസ് ചെയ്തു. കണ്ണിൻ്റെ അടിയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്തു. ഫിംഗേഴ്സ് വെച്ചിട്ടാണ് ഞാൻ ബ്ലെൻഡ് ചെയ്യുന്നത്. അതിനുശേഷം ഐബ്രോ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് പോർഷനിൽ നന്നായിട്ട് വരച്ചു കൊടുത്തതിന് ശേഷം അവസാനം ഒത്തിരി ഞാൻ ചെയ്യുന്നില്ല. കാര്യം എനിക്ക് ഫ്രണ്ട് പോർഷൻ മാത്രമാണ് ഒത്തിരി കട്ടിക്കില്ലാത്തത്. അപ്പോൾ ഫ്രണ്ട് പോർഷനിലാണ് ഫോക്കസ് ചെയ്ത് ഞാൻ ചെയ്യുന്നത്. അതിനുശേഷം സ്പൂലിയിട്ട് നന്നായിട്ട് കോംബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഐബ്രോ. അപ്പം കുറച്ചും കൂടെ നാച്ചുറൽ ഫിനിഷ് വരും. പിന്നെ ഗോൾഡൻ കളറിലുള്ള ഐ ഷാഡോ യൂസ് ചെയ്ത് നന്നായിട്ട് കണ്ണിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം പിങ്ക് ഷെയ്ഡ് മിഡ് പോർഷനിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ ഐലൈനർ വെച്ച് നന്നായിട്ട് വിങ് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഹെവി മേക്കപ്പ് കൂടുതലും കണ്ണിലാണ് കൊണ്ടുവരുന്നത്. അപ്പം കണ്ണിൽ നന്നായിട്ട് ഐ ഷാഡോ ഇട്ടതിന് ശേഷം കണ്ണ് നന്നായിട്ട് നീട്ടി എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ കണ്ണിന് കുറച്ചും കൂടെ എടുപ്പ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. അതിനുശേഷം കാജൽ യൂസ് ചെയ്ത് ഞാൻ അടിയിൽ നന്നായിട്ട് വാട്ടർ ലൈൻസിൽ ചേർത്ത് നന്നായിട്ട് ഞാൻ കാജൽ എഴുതി കൊടുക്കുന്നുണ്ട്. കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട് കണ്ണിൻ്റെ അടിയിലൊക്കെ. അതിനുശേഷം ഹൈലൈറ്ററും ബ്ലഷും കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. എന്നിട്ടത് ബ്ലെൻഡ് ചെയ്യും. അപ്പോൾ ആദ്യമേ ബ്ലെൻഡ് നന്നായിട്ട് ആയില്ലെങ്കിൽ ഒരു രസമില്ല. പക്ഷെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഭംഗിയുണ്ടാവും. പിന്നെ അതിനുശേഷം ഐലാഷസിലും മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ലോണം ചെയ്യുന്നുണ്ട്. അപ്പോൾ കണ്ണിച്ചിരി കൂടെ വിടർന്ന് നിൽക്കുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയാണ്. ഈ ലുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഭയങ്കര ഹെൽപ്ഫുള്ളാണ് ഈ മസ്കാര. അതിനുശേഷം ലിപ്പ് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട്. ചില്ലി റെഡ് ഷെയ്ഡ് ഞാൻ എൻ്റെ ലിപ്സ്റ്റിക് പാലറ്റിൽ നിന്ന് എടുത്തിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. കൂടുതലും ഞാൻ അങ്ങനെ ചില്ലി റെഡൊന്നും അപ്ലൈ ചെയ്യാറുള്ളതല്ല. പക്ഷേ ഈ ഒരു മേക്കപ്പ് ലുക്കിന് ഈ ലിപ്സ്റ്റിക്ക് ചേർന്ന് പോയി. നല്ല ഭംഗിയുണ്ടെന്ന് എനിക്കെന്നെ ഫീൽ ചെയ്തു കേട്ടോ. അതാണ് ഞാൻ അപ്ലൈ ചെയ്തത്. അതിന് ശേഷം പൊട്ട് കുത്തി. പൊട്ടും ഇതിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റാണ്. ഫൈനൽ ലുക്ക് ഇതായിരുന്നു. ഹെയറൊക്കെ ഞാൻ കെട്ടി. കുറേ റെഫറൻസൊക്കെ നോക്കിയിട്ട് എനിക്ക് പറ്റാവുന്ന രീതിയിലാണ് ഞാൻ ഹെയർ കെട്ടിയിട്ടുള്ളത്. പിന്നെ മുടി താഴോട്ട് അഴിച്ചിട്ടുമാണ്, കേൾ ചെയ്തിട്ട് അഴിച്ചിട്ടു. ആൻഡ് ദിസ് ഇസ് മൈ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.